തലയണ എന്ത്? തലയണ നിന്റെ ബാഗാണ്. നമുക്ക് ബാക്കി തലയണ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം. എനിക്ക് വേറെ തലയണ ഉണ്ട് കേട്ടോ. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് കാണിച്ചു കൊടുത്തോ, എന്നിട്ട് പിന്നെ നമുക്ക് പമ്പിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ വരാം. നീ താഴോട്ട് ഇച്ചിരി ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയല്ലേ, ആതിരായതുകൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. വേറൊരാൾക്കാണെങ്കിൽ പാടാ. ഞങ്ങളുടെ രാത്രിത്തെ ആഹാരം എന്ന് പറയുന്നത് ചായയും എന്തായിരുന്നു, സ്വീറ്റ് നാനും ബണ്ണും, ഇതൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ രാത്രിത്തെ ആഹാരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് MDS ബേക്കറി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഞങ്ങൾ ഒരു ലോഡ് ടയറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട കേട്ടോ, ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ, DBS അല്ലേ, MDS ബേക്കറി. ഈ ബേക്കറി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എവിടെ പോയാലും കാണും. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ബാത്റൂം, ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നിങ്ങൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ MDS ബേക്കറിയിൽ അടുത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാത്റൂമും വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. ബേക്കറി ഐറ്റംസ് ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്ക് ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചോട്ടിയാണ്. കാരണം നമ്മൾ കോയമ്പത്തൂരും ഈ MDSൽ പോയിട്ടുണ്ട്. യാദർശികം എന്ന് പറഞ്ഞാൽ ഇതാണ് യാദർശികം. ഞങ്ങളിവിടെ വണ്ടി ചവിട്ടി, ഈ ബേക്കറി കണ്ടിട്ട് ഞങ്ങൾ വണ്ടി ചവിട്ടിയപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കല്ലേ ഫേമസ് ആയിട്ടുള്ള ഒരു മുരുകക്ഷേത്രം. ആതിരവിനെ അറിയാമല്ലോ, മുരുകഭക്തിയുള്ള ആളാണ് ഞാനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഇത് ഇവിടെ നോക്കിയാൽ തന്നെ കാണും, വലിയ പ്രതിമയാണ്. തമിഴ്നാട്ടിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെയാണോ, ഇന്ത്യയിൽ തന്നെ തോന്നുന്നല്ലേ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മുരുക പ്രതിമ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അതും കൂടെ കണ്ടിട്ട്, സമയത്തായി 11 മണി ആയെന്ന് തോന്നുന്നു. നമ്മളിന്ന് രാത്രി നേരെ ചെന്നൈക്ക് പോകണം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇത് അറിയത്തുള്ളൂ, നമ്മൾ ലോറിയിലാണ് പോകുന്നതെന്നൊക്കെ. പുതിയതായിട്ട് വരുന്നവർ കഴിഞ്ഞ വീഡിയോ കൂടെ കാണുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ കാണുന്നു തരാം. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് MDS ബേക്കറി. അപ്പോൾ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുരുകക്ഷേത്രം കാണാം. ഞങ്ങളിതാ നടന്ന് ജസ്റ്റ് മുരുക പ്രതിമ കാണാൻ വേണ്ടി പോവാണ്. ഇത് സേലത്തു നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയിട്ടാണ്, ഹൈവേയോട് ചേർന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇന്ത്യയിലല്ല, ലോകത്തെ ഏറ്റവും വലിയ മുരുക പ്രതിമ നമ്മുടെ സേലത്താണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഇരുട്ടാണ്, ഫുള്ള് ഇരുട്ടാണ് ഇവിടെയൊക്കെ. രാത്രി കടകളൊക്കെ കാണാമല്ലോ. വേണ്ടേ, നമ്മൾ മുരുക പ്രതിമയുടെ തൊട്ടടുത്തെത്തി കേട്ടോ. നോക്കിയോ, ലോകത്തിലെ ഏറ്റവും വലിയ മുരുക പ്രതിമയാണ്. 146 അടിയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ മലേഷ്യയിൽ അതാണെന്ന് ഇങ്ങനെ കരുതിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ താഴെ ആവാനേ ചാൻസ് ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇതാണിപ്പം നിലവിലെ ഏറ്റവും വലുത്. അത് 140ഉം ഇത് 146ഉം. കൊള്ളാമല്ലോ. അതിനകത്ത് ലിഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, മുകളിലോട്ടൊക്കെ പോകാൻ. അതുകൊണ്ട് കാണാം, ഏറ്റവും ടോപ്പിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും ലിഫ്റ്റിൽ. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഇതിനു വേണ്ടി വന്നല്ലേ. ഞാൻ അന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഇവിടെ പോയി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന പോലെ. നമ്മൾ ലോറിയിൽ വന്നപ്പം വന്നതാണ്. എന്തായാലും ആണാണ്, നേരിട്ട് വരുമ്പോൾ നല്ല പൊക്കമുണ്ട് കേട്ടോ. നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത് അടുത്താന്ന് വിചാരിച്ചു, പക്ഷെ നടന്നു വന്നപ്പോൾ കുറച്ച് ദൂരമുണ്ട്. കാരണം അത്രയും വലിയ പ്രതിമ ആയതുകൊണ്ടേ എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടെ 6:30 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇതിൻ്റെ ടൈം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാമല്ലേ. ഞാൻ ഇത്രയും വലിയ പ്രതിമ മുരുകൻ്റെ കണ്ടിട്ടില്ല. ഇപ്പോഴല്ലേ ഇവിടെ വന്നത്, പിന്നെ എങ്ങനെ കാണാനാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ കടകളൊക്കെ ഒതുക്കി തുടങ്ങി. 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോയി കാണല്ലോ. ഇതെന്താ, ഇതന്നെയാണ് സേവല്? ഇതിങ്ങ വിട്ടിട്ട് പോകുമോ? ഇത് പിന്നെ എന്നാ ചെയ്ത് ഇങ്ങ മേയ വിട്ടും சண்டைக்கோழிக்கு எடுக்கும் இது அடைச்சு வைப்பாங்க. சண்டைக்கோழிக்கு வந்து வாங்கிட்டு போவாங்க. அப்படிയല്ലേ. ഇതുണ്ടോ, നേർച്ച കോഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നേർച്ചല്ല, ഇവിടെ വിട്ടിട്ട് പോകുന്നല്ലേ, അതൊരു നേർച്ച. ഓ, അതാണ് ഇവിടെ എല്ലാം കോഴി കാണുന്നുണ്ടോ, അവിടെയൊക്കെ കോഴി കിടക്കുന്നത്. ഇത് പിന്നെ അതിനെ ഗുഡൗണിലോട്ട് വിടും എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. അതെന്തായാലും കൊള്ളാം. നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. നല്ല പഴകിക്കും ഉങ്ങക്കിട്ടെ. ആമാ ശരിയാണല്ലോ, ഉങ്ങക്കിട്ടെ നല്ല പഴകി ഫ്രണ്ടായിരിക്കും. കോഴിയുണ്ടോ, നല്ല കമ്പനിയായി. അന്ന ഇവിടുത്തെ സെക്യൂരിറ്റി. പേര് പോടുമാ, പേരെല്ലാം കോഴിക്ക് പേര് പോടുമാ നീങ്ക? അപ്പടിയെല്ലാം കിടയാത്. മേളിലൊക്കെ കാണാം കേട്ടോ, അവിടെ എല്ലാം കോഴിയുണ്ട്. ഇന്നത്തെ വീഡിയോ ഫുൾ ഒരു ഇരുട്ടായിരിക്കും, കാരണം നമ്മൾ രാത്രിത്തെ കാഴ്ചകളാണല്ലോ കാണിക്കുന്നത് അല്ലേ, നൈറ്റ് ലൈഫിൽ ലോറി. അപ്പം ഇനി നമ്മളെ കിളി സൈഡൊക്കെ പറഞ്ഞു തരണം. വണ്ടി ബാക്ക് എടുക്കണം, ഇനി ബാക്ക് എടുത്തിട്ട് വേണം പോവാൻ. വരട്ടെ വരട്ടെ, വന്നോ വന്നോ വന്നോ.
ബാ. ആ മതി മതി. മതിയല്ലോ മതിയല്ലോ. പഠിച്ചു. ഞാൻ പറയുന്ന വല്ല ചേട്ടാ അവിടുന്ന് കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കത്തൊന്നുമില്ല. കൈ കാണിച്ച കാണാറുണ്ടല്ലോ. നമുക്ക് മിററിലേക്കൂടെ കാണാം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് രാത്രി യാത്ര തുടങ്ങുകയാണ്. 11 മണി. ഇതിനകത്ത് ലൈറ്റ് ഇടണോ? വേണ്ട അതിനകത്ത് ലൈറ്റ് ഒന്നും ഉണ്ടാവും. അതിനകത്ത് ലൈറ്റ് ഇട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തമിഴ്നാട് വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബേക്കറി കയറി ഒരു ചായ കുടിക്കണം. നല്ല അടിപൊളി ചായ അല്ലേ? ചായ മാത്രമല്ല ബാത്റൂം. അതെ, നല്ല വൃത്തിയായിട്ടുള്ള ബാത്റൂം ആട്ടോ. അവരെപ്പോഴും ക്ലീൻ ചെയ്യും. നമ്മള് കണ്ടായിരുന്നല്ലോ. ലേഡീസിനും ഉണ്ട് ജെന്റ്സിനും ഉണ്ട്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട്. നല്ല വൃത്തി ബാത്റൂമാണ്. അതൊരു ഗുണമാണ്. ഇനി എത്ര 305 കിലോമീറ്റർ അല്ലേ? അതിനകത്ത് എത്ര സമയം കാണിക്കും നമ്മൾ എത്തുമെന്ന്? ഇതിനകത്ത് സമയം കാണിക്കുന്ന 4:19 ആകുമ്പോ എത്തുമെന്നാണ്. നമുക്ക് 4:19 എത്തിയിട്ട് എത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാല് ഇതാളെ ലോഡ് ഇറക്കണമെങ്കിൽ തന്നെ നാളെ ഒരു 10 മണിയായി അത് ഓഫീസൊന്നും തുറക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ 300 കാണിച്ചില്ല, ഒരു 180 അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഓടിയിട്ട് എവിടെയെങ്കിലും ഒതുക്കാം. അല്ലെങ്കിൽ 200 ഓടണ്ട, ഒരു 150 കിലോമീറ്റർ ഓടിയിട്ട് എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒരു 5-6 മണിയാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോവാം. വെപ്രാളം പിടിച്ച് പോകണ ഒരു ഓട്ടോ ഒന്നും ഇല്ല. പയ്യെ പോയാൽ മതി. ഒരു രസമല്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ നൈറ്റില്. നല്ല രസമാണ്. പക്ഷെ രാത്രിയിലെ ഹൈവേ കൂടെ പോകുന്ന കാണാൻ നല്ല രസമാണ്. ലൈറ്റും വെട്ടവും. ഈ റോഡ് പിന്നെ ഒരു ഇരുട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ സേലത്തോട്ട് വന്നില്ലേ, കോയമ്പത്തൂർ ടു സേലം റോഡ് അടിപൊളിയാണ്. ഇടയ്ക്ക് ആ പാലങ്ങളൊക്കെ നല്ല ലൈറ്റും കളർഫുൾ ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് സേലത്ത് നിന്ന് നമ്മൾ തിരിഞ്ഞാണ് ചെന്നൈക്ക് പോകുന്നത്. ഇടത്തോട്ട് പോയാൽ ബാംഗ്ലൂരു, റൈറ്റ് പോയാൽ മദ്രാസ്, ചെന്നൈ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലോട്ട് ഇപ്പോൾ കയറിയിട്ട് ഒരു 40 കിലോമീറ്റർ ആയി. അപ്പോഴാണ് നമ്മൾ ഈ ക്ഷേത്രം കണ്ടത്. എന്തായാലും അതൊരു വെറൈറ്റി ആയിപ്പോലെ. ചായ കുടിച്ചപ്പോൾ ഒരു ക്ഷേത്രം കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വന്ന വഴിക്ക് നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം. അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി അല്ലേ. രാത്രിയായിട്ട് നമുക്ക് കൂടുതൽ വലിയ കാഴ്ചകളൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആ പോസ്റ്റിലെല്ലാം ലൈറ്റ് വരുന്നില്ലേ, അത് നല്ലൊരു രസമാണ് കാണാൻ. രാത്രി നല്ല രസമാണ്, ഫുള്ള് വെട്ടമൊക്കെ ആയിട്ട്. രാത്രി ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോറികൾ മാത്രമേ കാണത്തുള്ളൂ. രാത്രിയായ ലോറിക്കാരുടെ ഒരു സമയം പോലെ. പിന്നെ ആകുമ്പോ നമുക്ക് എളുപ്പമല്ലേ പോവാനൊക്കെ, ട്രാഫിക്കും ഒന്നുമില്ല. ഇനി നാളെ അവിടെ ചെന്നൈയിൽ എത്തുമ്പോൾ അറിയാം അവിടെ എന്തോ ട്രാഫിക്കുള്ള ഏരിയയിലാണോ ലോഡ് ഇറക്കേണ്ടതെന്ന്. ഇതുവരെ അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നമ്മളെ ഇതുവരെ കിട്ടിയില്ല, അയച്ചു തന്നില്ല അത്. അപ്പോൾ അത് നാളെ ഇനി അയച്ചു തരത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ചെന്നൈ എത്തുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും നിർത്താം. അതുപോലെ നമ്മൾ ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കൂടെ കാണിക്കണ്ടേ അല്ലേ? ഈ വണ്ടിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാൻ പോകണം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത്, വെറൈറ്റി ആയിരിക്കും അല്ലേ? ഞങ്ങളതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കിടക്കുന്നത്. കാരണം അതെ, കാരണം ഇത് സ്ലീപ്പർ ക്യാബിൻ അല്ല. അപ്പം ഒറ്റ ബെഡേ ഉള്ളൂ, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും. ഇനി നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം, കുറച്ച് ദൂരം പോയിട്ട് നല്ലൊരു സ്ഥലം കാണണം വണ്ടി ഒതുക്കിയിട്ട് കിടക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ പിന്നെ കൂടുതൽ രാത്രി ഓടുന്നുണ്ട്, നമ്മൾ അധികം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ കിടന്നിട്ട് നമുക്ക് നാളെ രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കണം, നമ്മൾ ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ ചെന്നൈ ചെന്നിട്ട് ചെന്നൈയിൽ നിന്നും നമ്മൾ അടുത്ത ലോഡ് പിടിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അടുത്ത ലോഡ് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അത് നമ്മൾ ഈ വണ്ടിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കണ്ടെയ്നർ ബോഡി ആയതുകൊണ്ട് അതിന് അനുസരിച്ചുള്ള ലോഡുകൾ കിട്ടും. ചില സാധനങ്ങൾ ഓപ്പൺ ബോഡിയിൽ കൊണ്ടുപോകത്തില്ല. സേഫ്റ്റി ഇതാണല്ലോ കുറച്ചും കൂടെ, മഴ പെയ്താലും വെള്ളം ഇറങ്ങാതിരിക്കാനും ഒക്കെ ഇതല്ലേ സേഫ്റ്റി. വെജിറ്റബിൾ വണ്ടി പോകുന്നുണ്ടോ? അത് സ്പീഡിലല്ലേ? വെജിറ്റബിൾ എക്സ്പ്രസ് ലോഡാണ്, കാരണം അവർക്ക് രാവിലെ എത്തിക്കണം.
അല്ലെങ്കിൽ ഇത് പെരിഷബിൾ ഗുഡ്സ് അല്ലേ, പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമല്ലേ. വെജിറ്റബിള്, മീൻ അതൊക്കെ നല്ല സ്പീഡിലാണ് പോകാൻ. ഈ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ. നമുക്ക് വളരെ സമാധാനമായിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോ ചെയ്ത് പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. വേറെ വലിയ ടാസ്ക് ഒന്നുമില്ല അല്ലേ. ഈ ലോറിയാണോ നിനക്ക് ഏത് സിനിമയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ, ഈ ഫ്രണ്ടിൽ പോകുന്ന ലോറി എനിക്ക് ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് ഭ്രമരം. അതിനകത്ത് ലാലേട്ടൻ ഈ വണ്ടിക്കകത്ത് കയറിയിട്ടില്ലേ, എന്നടാ കിളി ഈ വണ്ടിക്ക് ഒരു വിലയില്ലല്ലോടാ എന്ന് അറിയത്തില്ലേ. സൂപ്പർ സീനാണ്. ലാലേട്ടൻ വണ്ടി ഓടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സീൻ മാത്രം ജസ്റ്റ് യൂട്യൂബിൽ സിനിമ എടുത്തിട്ട് ആ സീൻ മാത്രം ഇരുന്ന് കാണുമായിരുന്നു. അതിനകത്ത് ആ കിളിയായിട്ടുള്ള ഒരു സംഭാഷണമൊക്കെ ഉണ്ട്. ഭയങ്കര സ്പീഡിലൊക്കെ പോകുമല്ലോ. സൂപ്പർ സിനിമയാണ് അത്. നമ്മുടെ ആടുജീവിതത്തിന്റെ ബ്ലസ്സി ഡയറക്ഷൻ ചെയ്ത പടമല്ലേ. മോഹൻലാൽ ആ ക്യാരക്ടർ ശരിക്കും അതായി മാറുന്ന പോലെ തോന്നുന്നല്ലേ. അങ്ങനെ തന്മാത്ര അതേപോലെ ആ സിനിമയിൽ ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ആദ്യം ബസ്സിൽ പോകുന്നതും ടയർ പഞ്ചറാകുന്നതും അതിനുശേഷം ലോറിയിൽ പോകുന്നതും ആ ലോറിക്കാരായിട്ടുള്ള ഒരു ലൈഫൊക്കെ ഉണ്ടല്ലോ. ഡ്രൈവർമാരും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതൊക്കെ നല്ല റിയൽ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. മറ്റു ബാഗിൽ അതിൽ ഇതിലൊക്കെ പോകുന്നതാണ് കുറെ ബസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോ പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല. സമയം ഇപ്പൊ 2:30 ആയിട്ടോ. വെളുപ്പിന് 2:30 ആയി. ഞങ്ങള് തിണ്ടിവനം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് എത്തി. ഇവിടെ ഒരു നായരുടെ പമ്പ് കണ്ട്. ഇവിടെ വണ്ടി പമ്പിനകത്തൊന്നും ഇടാനുള്ള സൗകര്യം കുറവാണ്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കി കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെയൊക്കെ വണ്ടികളൊക്കെ വരും രാവിലെ ആകുമ്പോഴത്തേക്ക്. ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ച്. ഇനി അങ്ങോട്ടധികം പോകുന്നില്ല. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പം നാളെ ബാക്കി ഓടിയാൽ മതി. ഒരു തിരക്കൊന്നുമില്ലല്ലോ. ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി, ഒന്നും ശരിയായില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങ് ഒതുക്കി. ഇനി അധികം ഓടണ്ടെന്ന് വെച്ചു. എന്തിയോറൊക്കെ അപ്പം ഇനി ബെഡ് സെറ്റ് ചെയ്യണ്ടല്ലേ. ആ ലൈറ്റ് ഇട്ടോ അകത്തെ. ഇപ്പം എത്ര ഓടിയിട്ട് നമുക്ക് കണ്ടോ നല്ല മൈലേജ് ഒക്കെ കാണിക്കുന്നുണ്ട് വണ്ടി. ഏഷ്യർ എത്രയാണ് കാണിക്കുന്നത്? ഫോക്കസി 8.2 കിലോമീറ്റർ മൈലേജാണ് കേട്ടോ കാണിക്കുന്നത്. ഉള്ളതാണോ എന്തോ. ആവറേജ് 8.2 കാണിക്കുന്നുണ്ട്. ഗ്ലാസ് ഒന്ന് കയറ്റുമോ? വെച്ചതിനുമ്പേ. അതുകൊണ്ട് ഇത് നമ്മളാദ്യം ഫ്രണ്ടിലെ ഗ്ലാസും മറയ്ക്കാൻ വേണ്ടി മറ്റു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യേ അതെ ഇതുണ്ട്. ഷെയ്ഡ് അങ്ങ് ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു മറയായി. അത് വേണം. അത് അപ്പുറ സൈഡ് വെച്ചാൽ ഷെയ്ഡൊക്കെ വയ്ക്കാം. എല്ലാം ആകുമ്പോൾ മറയും. പക്ഷെ ഇതിൻ്റെ ഇതില്ലല്ലേ ഷെയ്ഡിൻ്റെ. അയ്യോ വീഡിയോ എടുപ്പം വയ്ക്കലൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ല നീ അതെട്, ആ സാധനം ഇട്. വേസ്റ്റ് ബോർഡിൻ്റെ അതെട്. മറ്റേത് നമുക്ക് ഗ്ലാസ്സിലാകുമ്പോൾ എടുത്ത് വയ്ക്കുക. ഇത് നമുക്ക് ഫ്രണ്ടിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് മെയിൻ പ്രശ്നം വെച്ചാൽ ലൈറ്റ് അടിക്കുന്നത്. രാത്രിയാകുമ്പം ലൈറ്റ് വണ്ടിയുടെ ഒക്കെ ലൈറ്റ് അടിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു വിഷയമില്ല. അല്ലെങ്കിൽ ഉറങ്ങാൻ പാടാം. അങ്ങനെ ഇരിക്കട്ടെ. അത് പിന്നെ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളാം. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചിട്ട് കുപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നല്ലേ. അല്ലെങ്കിൽ അതിനകത്തോട്ടേ ഓക്കെ. അപ്പോൾ ഫ്രണ്ട് എല്ലാം പറഞ്ഞു അല്ലേ. ഇനി ഞങ്ങൾ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആതിര കിടക്കുന്ന വെറൈറ്റി ആയിരിക്കും. അത് ആ ഗ്ലാസ്സിലോട്ട് വെച്ചേരാ കേട്ടോ. ഒരാൾക്കേ ഇവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾ നമ്മൾ ലോ ബെർത്താണ് ചൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം ഒരുവിധം ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫാൻ ഉണ്ടല്ലോ, ചെറിയൊരു എയർ വരാനുള്ളൊരു ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഇതും കൂടെ വെച്ചോ സൈഡിൽ. ഇപ്പുറത്തൊക്കെ ഞാൻ വെച്ചോളാം. അതിനുശേഷം ഈ ബാഗ് പിറക്കിയിട്ട് നമ്മളെ ഡ്രൈവർ സീറ്റിൻ്റെ ബാഗിലോട്ട് വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇപ്പുറത്ത് വയ്ക്കാനുള്ളതാണ്. അതൊക്കെ ഞാൻ വെച്ചോളാം. ഈ സൈഡ് എൻ്റെ സൈഡ് ഇപ്പുറത്ത് വയ്ക്കാനുള്ളത്. ഇതാണ് ആതിരയുടെ ബെഡ്. ബെഡ് ഓക്കെ അല്ലേ? തലേണ എന്ത്
ആ തലയാണ് നിന്റെ ബാഗാണ്. നമുക്ക് ബാക്കി തലയാണ് നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം. എനിക്ക് വേറെ തലയാണ് ഉണ്ട് കേട്ടോ. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് കാണിച്ചു കൊടുത്തോ, എന്നിട്ട് പിന്നെ നമുക്ക് പമ്പിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ വരാം. നീ താഴോട്ട് ഇച്ചിരി ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയല്ലേ, ആതിരായതുകൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. വേറൊരാൾക്കാണെങ്കിൽ പാടാ. അതെ അതെ, അവൾ പിന്നെ എവിടെയാണെങ്കിലും അവൾക്ക് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് ചുരുണ്ടാ മതി, പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൊന്നും വേണ്ട. ഉണ്ട് ഉണ്ടോ സുഖമാണോ? എന്നിട്ട് നമ്മൾ ഈ സ്വിച്ച് അങ്ങ് ഇട്ടെടുക്കും. അപ്പൊ വേണ്ടേ നമ്മളെ ഫാന് നല്ല കാറ്റടിക്കും. ഞാൻ എന്താ ഇവിടെ കിടക്കും. ഞാൻ കിടക്കുന്നത് എങ്ങനെ വെച്ചാല് അവിടെ തല വെക്കും. നമുക്ക് ഇവിടെ തലയാണ് വെച്ച് കുപ്പിയൊക്കെ അങ്ങോട്ട് മാറി. ഇനി കുറെ പരിപാടികളും കൂടി ഉണ്ട്, അത് നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു തുണി ഇട്ടിട്ട് ഇതിനകത്ത് നമ്മളെ ബെഡ്ഷീറ്റ് ഉണ്ട്, അതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ കവറാവും. അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇവിടെ അവിടെ തലയും വെച്ച് എനിക്ക് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഉള്ളൊരു ഇതേ ഉള്ളൂ, അത് ഇതിപ്പോൾ ഇട്ടിരിക്കുകയാണ്. റിമൂവ് ആയി കഴിഞ്ഞാലേ താഴോട്ട് പോകത്തുള്ളൂ, പക്ഷെ ഇട്ടിട്ടല്ലേ നമുക്ക് കിടക്കാൻ പറ്റും. ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും ഒരു പോകത്തൊന്നുമില്ല, പേടിക്കണ്ട. അടയൊന്നും വയ്ക്കുന്നൊന്നുമില്ല. ഇത് ഉറങ്ങുവാണ്, ഡ്രസ്സ് അവിടെ പമ്പിൽ പോയി മാറണ്ടേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാത്രിത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് കിടക്കാൻ പറ്റും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കിടക്കാൻ പറ്റുമോ എന്നൊക്കെ. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കിടക്കാൻ പറ്റുമെന്നൊക്കെ. എല്ലാം ഓക്കെ ആണല്ലേ? അവർക്ക് ഇനി ട്രെയിനിൽ പോയാലും ഇച്ചിരി സ്ഥലം മതി, കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഇന്ന് കിടന്നിട്ട് നമുക്ക് നാളെ അതിന്റെ അഭിപ്രായം പറയണം, എങ്ങനെ ഉണ്ടെന്ന്, കുഴപ്പമുണ്ടോ ഇല്ലയോ. ഓക്കെയാണ്. എന്നാ പിന്നെ ഞങ്ങള് കിടക്കാൻ പോവാണ്. സമയം ഉണ്ട് ഇപ്പൊ എത്രയായി സമയം? 2:43 കേട്ടോ. 2:43. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ഇനി നമ്മള് കുറച്ച് ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇവിടെ ഈ സൈഡും കൂടെ, ഇപ്പുറ സൈഡല്ലേ, ഇപ്പുറ സൈഡ് നമ്മളൊരു കവർ ഇങ്ങനെ കൊടുക്കും തുണി വെച്ച്. അപ്പൊ പിന്നെ ഫുൾ മറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക. ഇതൊരു വെറൈറ്റി ലൈഫായി പോയല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ രാത്രി കൊണ്ട് ആ മരം കണ്ടോ, ആ മരത്തിന്റെ ഇപ്പുറത്ത് ഒതുക്കിയാണ് ഇട്ടിരുന്നത്. ഇപ്പുറത്ത് നമുക്ക് പെട്രോൾ പമ്പ് കാണാം. ഞങ്ങള് അവിടെ നിന്ന് എന്ത് ചെയ്തു, രാവിലെ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ നടന്നതാ ഇങ്ങ് വന്നപ്പോഴത്തേക്കുണ്ട് ഇവിടെ ഒരു ചായക്കട കണ്ടു. ചായക്കട കണ്ടപ്പോഴത്തേക്കാ ഇപ്പുറ സൈഡ് നല്ല, ഇവിടുന്ന് കാണാൻ പറയാൻ പറ്റത്തില്ല, നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അവിടെ നിന്ന് എടുത്ത് നേരെ ഇവിടെ കൊണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ച്, അതിനകത്ത് കുളിക്കാനും നനയ്ക്കാനും എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നനച്ചും കുളിച്ചൊക്കെ ചെയ്ത് ആതിര കുളിക്കുന്നേ ഉള്ളൂ കേട്ടോ. ആതിര അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഗുണമാണ്. പിന്നെ എന്ന് വെച്ചാൽ കുളിക്കാൻ പറ്റുന്നത് മാക്സിമം കുളിക്കുക. നമ്മളെ ആതിരക്കിളി വരുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട്. നല്ല അടിപൊളിയായിട്ട് കുളിച്ചല്ലേ? ഏതാ? അതെ അതെ, കുളിയൊക്കെ കഴിഞ്ഞ്. അത് ശരിയാ. അതെ അതെ, അവിടെ പെണ്ണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് വണ്ടിക്കകത്ത് പോയിട്ട് ഇനി കിളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി സീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാം മാറ്റി, നമ്മളെ ബെഡ് സെറ്റിംഗ് അറിയാമല്ലോ, ഇന്നലെ രാത്രി കാണിച്ചല്ലേ, അതെല്ലാം നമ്മൾ മാറ്റി. ഇവിടെ ഭയങ്കര ചൂടല്ലോ. നമ്മൾ കോയമ്പത്തൂര് നല്ല കാലാവസ്ഥയായിരുന്നു, പക്ഷെ ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ. ഇതെല്ലാം ഇതിനകത്തുള്ളതെല്ലാം മാറ്റിയേക്കണം. ഗ്ലാസ് നല്ല വ്യൂ ആയിരിക്കണം. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാം ഒന്ന് റെഡിയായി ഒരുങ്ങി ബാഗൊക്കെ എടുത്ത് ബാക്കിലോട്ട് വയ്ക്കാം. ഇവിടുന്ന് സോപ്പും മേടിച്ച് ഒരു ചായയും കുടിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കുളിക്കാനും എല്ലാം പറ്റിയല്ലേ. എന്തായാലും നല്ലൊരു കാര്യമായിട്ട്. ഇപ്പോഴാണ് കറക്റ്റ് ലോറി ലൈഫ് ആയതല്ലേ. നമ്മൾ തുണിയെല്ലാം നനച്ച്, എൻ്റെ ഷർട്ടും പാൻ്റൊക്കെ നനച്ചങ്ങ് ഇട്ട് കഴുകി വെച്ചിരിക്കുക. എൻ്റെ സൈഡിലോട്ടിട്ടെങ്കിൽ വിരിക്കാം. അവിടെ ആ സൈഡ് ഇച്ചിരി സ്ഥലമുണ്ട്, അത്ര സൗകര്യമേ ഉള്ളൂ. കിളി രാവിലെ പണി തുടങ്ങിയല്ലോ. ആരെ വണ്ടിയാണെങ്കിലും അല്ലേ, നമ്മളെ വണ്ടി പോലെ നമ്മൾ വൃത്തിയായി നോക്കണം. ആ മണ്ണെല്ലാം തുടച്ച്, കുറച്ച് മണ്ണേ ഉള്ളൂ. അതിനകത്തൊരു തുണിയുണ്ട്, അത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. പുതിയ വണ്ടിയല്ലേ, വീട് പോലെ ആയി. അതെ. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മളെ ഗ്യാസ് സിലിണ്ടർ ഇതിനകത്ത് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് ചെറിയ ഗ്യാസ് സിലിണ്ടർ കയറുമോ നിങ്ങൾ പറ, എനിക്കറിയത്തില്ല കണ്ടിട്ട് കയറുമെന്ന്. ടൂൾ ബോക്സ് കാരണം അകത്ത് സ്ഥലമൊന്നുമില്ല, ഈ ഒരു ബക്കറ്റ് കയറാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയാക്കി തുടച്ച് ആ ഡോറൊക്കെ തുടങ്ങി, ഡോറിൻ്റെ ഇതൊക്കെ അവിടെ ഏകദേശമൊക്കെ വൃത്തിയായല്ലോ അല്ലേ. എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് തുറന്ന് ഓടിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല പൊടി വരും, പെട്ടെന്ന് അഴുക്കാവും കേട്ടോ. അതുകൊണ്ട് നല്ല
നല്ല പൊടി വരും. അപ്പോൾ നമ്മൾ തുടച്ച് വൃത്തിയാക്കി അപ്പം ഉള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴേ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പൊടി. ഇപ്പം കവർ പോലും പൊടിച്ചിട്ടില്ല കേട്ടോ സീറ്റിൻ്റെ. പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. രാവിലത്തെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഈ കടയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നുമില്ല. അവിടെ എന്താ പറയാ, അവിടെ ഈ ഇതൊക്കെ ഉള്ളൂ, മധുര പലഹാരങ്ങളും. ഇതുപോലത്തെ വണ്ടിയാണല്ലോ പോയത്. കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഏഷ്യൻ പ്രോ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി. അണ്ണം വണ്ടി വരുന്നുണ്ട്, ബസ്. കോയമ്പത്തൂരിലെ കാലാവസ്ഥയായിരുന്നു അല്ലെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയ? കോയമ്പത്തൂരായിരുന്നു നല്ല ഒരു വൃത്തിയായിട്ട ചൂട്. അവിടെ കോയമ്പത്തൂര് വൈകുന്നേരം ആയപ്പോഴായിരുന്നു ചൂടായ. ഉച്ചക്കൊന്നും അത്ര വലിയ ചൂടില്ല. അപ്പൊ വിട്ടങ്ങ് പോവാൻ. പോയിട്ട് എവിടെയെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ കാണുവാണെങ്കിൽ അതിനകത്ത് കയറി എന്തെങ്കിലും ആഹാരം കഴിക്കാം, അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉച്ചത്തെ കാര്യങ്ങളൊക്കെ വണ്ടി ഫീൽഡിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കഴിച്ചാൽ കഴിച്ച് വേറെ രാവിലത്തെ കഴിക്കാം. പിന്നെ ഉച്ചത്തേക്ക് നമുക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല, കാരണം ലോഡൊക്കെ ഇറക്കുന്നതുകൊണ്ട്. കുക്കിംഗ് തുടങ്ങുമ്പോ അത് നമുക്ക് ശരിയാവും. ഓക്കെ, അടുത്ത ഏതെങ്കിലും ഒരു ഹോട്ടലുണ്ടോ നോക്കാം. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. നീ അവിടെ തന്നെ ഇരുന്നോ, 10 മിനിറ്റ് ആവും ദോശ ആവാൻ വേണ്ടിയിട്ട്. നമ്മള് ചെന്നൈക്ക് പോകുന്ന റൂട്ടിൽ ഒതുക്കി. ഇവിടെ കണ്ടോ ക്യാപ്റ്റന്റെ ചെറിയ ട്രാക്ടർ, നല്ല രസമുണ്ട് കാണാൻ. പിള്ളേർക്കൊക്കെ കളിക്കുന്ന പോലത്തെ അടിപൊളി സാധനമാണ് കേട്ടോ. ചെറിയ ട്രാക്ടറാണ്. അതിന്റെ ഷോറൂമാന്ന് തോന്നുന്നു, തുറന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. നമുക്ക് എല്ലായിടത്തും ഒതുക്കാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഇവിടെ ഒതുക്കി. അവർ ദോശ റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. സംഭവം വെച്ചാൽ ഈ ഹോട്ടലിൽ ഉച്ചക്കേ ഉള്ളൂ ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ചോദിച്ചപ്പോൾ അവർ ആക്കി തന്നെയാണ്. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ദോശയും സാമ്പാറെന്ന് വിചാരിച്ച്. ചിക്കൻ എന്ത് ചെയ്ത്? ചിക്കൻ ഇത് നാടൻ കോഴിയാന്ന് തോന്നുന്നു അല്ലേ? കുട്ടിയില്ല, അതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നാടൻ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആഹാരം എന്ന് പറയാൻ. കൊള്ളാമല്ലോ, കറി കൊള്ളാം. എന്നാ പറഞ്ഞു അങ്ങനെ കഴിക്കാം. വിശക്കുന്നു. വീഡിയോ എടുക്കാതെ വിശപ്പ് മാറത്തില്ല. JKയുടെ കമ്പനിയിൽ വന്നപ്പോഴേ വേറൊരു കർണാടകയിലുള്ളൊരു വലിയൊരു ട്രക്കിൽ ഇതാണ്ട് ഒരു ചേച്ചിയെ കണ്ടു. ഈ ചേച്ചിയും ലോറി ജീവൻ നയിക്കുന്നത്. നാം ആപ്കാ നാം 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 ക്യാ ഹൈ? അവർക്ക് ഭാഷയൊന്നും അങ്ങനെ അധികം അറിയത്തില്ല. നാം പേരില്ലെന്നാണ് പറഞ്ഞത്. അവർക്കൊന്നും ഞങ്ങൾ സംസാരിച്ച് നോക്കി. പുള്ളിക്കാർക്ക് സംസാരിക്കാൻ ഒന്നും പറയുന്നില്ല. അവരെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ഹസ്ബൻഡും ഉണ്ട്. ഇതാണ് അവരെ വണ്ടി, നല്ല അടിപൊളി വണ്ടി. പേടിയാവും
എനിക്കില്ലേ സൂര്യയുടെ കാർത്തിയുടെ സിനിമ ഓർമ്മ വരും ഈ വണ്ടി കണ്ടുകഴിഞ്ഞ്. അവർ ഭാര്യയും ഭർത്താവായിട്ടാണ് വന്നിരിക്കുന്നത്, ഞങ്ങളെ പോലെ തന്നെ. വെറൈറ്റി തന്നെ അല്ലേ. ചേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ. നമ്മളെ ഫാക്ടറിയിൽ നിന്ന് ലോഡ് ഇറക്കിയില്ല കേട്ടോ. ലോഡ് ഇറക്കാനൊക്കെ ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ആണ്, അതാണ് പ്രശ്നം. വലിയ വലിയ കമ്പനിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇറക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. ഇത് ഏത് വണ്ടി? ടാറ്റയുടെ വണ്ടിയാണ്. ഇപ്പുറത്ത് കണ്ടു, ടാറ്റയുടെ വണ്ടിയാണ്. ഇത് കാണുമ്പോൾ പേടിയാവും സത്യം പറഞ്ഞാൽ അല്ലേ. ആണാണ്. ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. സിനിമയിലൊക്കെ ഉള്ളതല്ലേ. ഇതിനകത്ത് സ്ലീപ്പർ ക്യാബിനാണ്. ഇത് വലിയ വണ്ടിയല്ലേ? അല്ലല്ല, പാണ്ടിലോറി അല്ലല്ലോ. പാണ്ടിലോറി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നാമക്കൽ ബോഡി ബിൽഡ് ചെയ്യുന്നതാണ് പാണ്ടിലോറി. ഇത് മഹാരാഷ്ട്രയിൽ നിന്നാണെന്ന് തോന്നുന്നു ബിൽഡ് ചെയ്യുന്നത്. അതിനെപ്പറ്റി അറിയത്തില്ല. എന്നാലും നോർത്തിലൊക്കെ ഈ ടാറ്റയുടെ ഇഷ്ടംപോലെ വണ്ടി, നമ്മൾ ജമ്മുവിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പുറത്ത് കാണുന്നുണ്ടോ, അവിടെയാണ് JKയുടെ കമ്പനി. ഞങ്ങൾ അവിടെ പോയിട്ട് വണ്ടി അകത്ത് കയറ്റി വെച്ചിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ ഒരു മലയാളി, മലപ്പുറംകാരൻ്റെ, മലപ്പുറം എവിടെ പോയാലും കാണുമല്ലോ, മലപ്പുറംകാരൻ ചേട്ടൻ്റെ ഒരു കട ഇവിടെ ഉണ്ട്. ചായ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലോഡൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകണം. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അതിനകത്ത് ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഓക്കെ, ഇതാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആളത്ര വലിയ കമ്പനി അല്ല, എല്ലാവരും നമ്മൾ സംസാരിപ്പിക്കായിരുന്നല്ലേ. ഓ, ലുക്കായല്ലോ. ഒരു ഫോട്ടോ എടുത്തേക്കാം അല്ലേ. നമ്മളെ വണ്ടി ലോഡ് ഇറക്കി കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ JK ടയർസ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയിലാണല്ലോ പോയത്. കമ്പനികളിൽ പോയാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ടൈം എടുക്കും കേട്ടോ. അവിടെ അവർക്ക് ഓരോ പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോ വണ്ടികൾ, പല വണ്ടികളാണ് വരുന്നത്. അപ്പോൾ ഓരോ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വണ്ടി ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇനി ടൈം എടുക്കുന്നവർ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ കൂട്ടുകാരനായ വിഷ്ണുവിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അറിയാമല്ലോ, നമ്മൾ ചെന്നൈയിൽ വന്നാൽ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്ന. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ വിഷ്ണു ഉള്ളത്. നേരെ നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കമ്പനിക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കാണിക്കായിരുന്നത്. അവിടെ നമുക്കിനി പുറത്തോട്ട് വണ്ടി എടുത്തിട്ട് ബാക്കി അടുത്ത ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്ന വീട്ടിൽ കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ കാണുന്നതായിരിക്കും. ബൈ. ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ ആ പാണ്ടി ലോറിക്കകത്ത് കയറിയിട്ടാണ് പോകുന്നത്. വെറൈറ്റി അല്ലേ, അടിപൊളി.